സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാർക്ക് 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്ന് സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സ്. നിബന്ധന പുതുതായി ബിരുദമെടുത്തവരുടെ പരിചയക്കുറവിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ കാരണമെന്ന് കൗൺസിൽ മേധാവി. കുവൈത്തിൽ ഇന്ധന വില പരിഷ്കരണം മാസത്തിലൊരിക്കലാക്കിയേക്കും. അടുത്ത മാസം വിലയിൽ മാറ്റമുണ്ടാകും. പ്രീമിയം പെട്രോളിന് അടുത്ത മാസം ലിറ്ററിന് 10 ഫിൽസ് വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ. एक देश एशिया में ऐसा है जो 21वीं सदी एशिया की न बने. പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി. ഏഷ്യയിലെ ഭീകരവാദം പടർത്തുന്നത് ഒരു രാജ്യം മാത്രം. പാകിസ്ഥാൻ ഭീകരവാദികളെ കയറ്റി അയക്കുന്നു. ഭീകരവാദത്തിന് മുന്നിൽ തോൽക്കില്ലെന്നും ഉറി ആക്രമണം ഇന്ത്യ മറക്കില്ലെന്നും മോദി. ബി.ജെ.പി. പ്രവർത്തകർക്ക് ആവേശമായി നരേന്ദ്രമോദി കോഴിക്കോട്. കേരളത്തിന്റെ ഭാഗ്യം ബി.ജെ.പിയിലൂടെയെന്ന് മോദി. കേരളത്തിൽ അടുത്ത സർക്കാർ ബി.ജെ.പിയുടേതെന്ന് അമിത്ഷാ. സമ്മേളനത്തിൽ സുരക്ഷാ വീഴ്ച. കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ഹോട്ടലിലെത്തിയത് കാൽനടയായി. വിജിലൻസ് നടപടി നേരിടുന്ന കെ ബാബുവിന് രാഷ്ട്രീയ പിന്തുണ നൽകാൻ കെ.പി.സി.സി. രാഷ്ട്രീയ സമിതി യോഗത്തിൽ പൊതുധാരണ. ബാബു വിഷയത്തിൽ മൗനം പാലിച്ച വി.എം. സുധീറിന് വിമർശം. 14 ഡി.സി.സി. പ്രസിഡന്റുമാരെയും മാറ്റി പുനഃസംഘടന തുടങ്ങാനും തീരുമാനം. വിശദമായ വാർത്തകളിലേക്ക്. വിദേശ രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്ന എഞ്ചിനീയർമാർക്ക് കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണമെന്ന് സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സ് നിബന്ധന ഏർപ്പെടുത്തി. പുതുതായി ബിരുദമെടുത്തവരുടെ പരിചയക്കുറവ് കാരണം നേരിട്ട പ്രശ്നങ്ങൾ കാരണമാണ് നിബന്ധന ഏർപ്പെടുത്തുന്നതെന്ന് കൗൺസിൽ മേധാവി ഡോക്ടർ ജമീൽ ബിൻ ജാറുല്ല പറഞ്ഞു. വിദേശത്തു നിന്ന് പുതുതായി വരുന്ന എഞ്ചിനീയർമാർക്ക് സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിൽ രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ ഇഖാമ എടുക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ കൗൺസിൽ ഏർപ്പെടുത്തുന്ന യോഗ്യതാ പരീക്ഷ എഴുതി പാസ്സാവുകയും അഭിമുഖത്തിന് ഹാജരാവുകയും വേണമെന്നും നിബന്ധനയുണ്ട്. ബിരുദമെടുത്ത ഉടനെ സൗദിയിലെത്തുന്ന എഞ്ചിനീയർമാർ പ്രവൃത്തി പരിചയത്തിന്റെ അഭാവത്തിൽ ഗുണനിലവാരം കുറഞ്ഞ സേവനമാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ അപൂർവമായ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷന് 3 വർഷത്തിൽ കുറഞ്ഞ പ്രവൃത്തി പരിചയവും പരിഗണിക്കുമെന്നും അൽ ബക്കാവി വ്യക്തമാക്കി. കൗൺസിൽ നിശ്ചയിക്കുന്ന 3-അംഗ സമിതിയാണ് ഇക്കാര്യം തീരുമാനിക്കുക. വിദേശത്തു നിന്നെത്തുന്ന എഞ്ചിനീയർമാരുടെ വർധനവ് കാരണം സൗദിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കുന്ന സ്വദേശികൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെന്നും കൗൺസിൽ മേധാവി പറഞ്ഞു. ആഭ്യന്തര മന്ത്രാലയം, തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം, ബന്ധപ്പെട്ട ഇതര സർക്കാർ ഓഫീസുകൾ എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ നിബന്ധന പ്രാബല്യത്തിൽ വരികയെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 റിയാദ്. കുവൈത്തിൽ ഇന്ധനവില പരിഷ്കരണം മാസത്തിലൊരിക്കലാക്കിയേക്കും. ഇതനുസരിച്ച് ഒക്ടോബറിൽ ഇന്ധനവിലയിൽ മാറ്റമുണ്ടായേക്കുമെന്നും ധനമന്ത്രാലയത്തിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. പ്രീമിയം പെട്രോളിന് അടുത്ത മാസം 10 ഫിൽസ് തോതിൽ വില വർദ്ധിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. സെപ്റ്റംബർ 1-നാണ് കുവൈത്തിൽ പെട്രോൾ വില പരിഷ്കരിച്ചത്. 40 മുതൽ 83% വരെ വിവിധ പെട്രോൾ ഇനങ്ങൾക്ക് വില വർദ്ധിച്ചിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് 3 മാസത്തിലൊരിക്കൽ പെട്രോൾ വില പുനർനിർണ്ണയിക്കുമെന്ന് നിരക്ക് പരിഷ്കരണം നടപ്പാക്കുന്ന സമയത്ത് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 3 മാസത്തിലൊരിക്കൽ എന്നത് മാറ്റി ഓരോ മാസവും വിപണി വിലക്കനുസരിച്ച് നിരക്ക് പുനഃക്രമീകരിക്കാനാണ് പുതിയ തീരുമാനമെന്നാണ് റിപ്പോർട്ട്. ഇതനുസരിച്ച് അടുത്ത മാസം പ്രീമിയം പെട്രോളിന് ലിറ്ററിന് 10 ഫിൽസ് എന്ന തോതിൽ വില വർദ്ധിക്കുമെന്നാണ് സൂചന. സൂപ്പർ പെട്രോൾ, അൾട്രാ പെട്രോൾ, മണ്ണെണ്ണ എന്നിവയുടെ വിലയിൽ ഒക്ടോബറിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് വിവരം. പാർലമെന്റ് അംഗങ്ങളുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ചാണ് ഇന്ധന സബ്സിഡി നിയന്ത്രണ നിയമം ഗവൺമെന്റ് നടപ്പാക്കിയത്. പാർലമെന്റിന്റെ അനുമതി കൂടാതെ പെട്രോൾ വില വർദ്ധിപ്പിച്ച സർക്കാർ നടപടി പുനഃപരിശോധിക്കണമെന്ന് 35ഓളം പാർലമെന്റ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. എണ്ണ വിലയിടിവിന് തടയിടാൻ ഉൽപാദനം നിയന്ത്രിക്കുന്ന നീക്കം വിജയിക്കണമെങ്കിൽ ഇറാന്റെ സഹകരണം അനിവാര്യമാണെന്ന് സൗദി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഒപെക് കൂട്ടായ്മയിലെ ഓരോ രാജ്യത്തിനും നിശ്ചയിച്ച ക്വാട്ട അനുസരിച്ച് ഉൽപാദനം പരിമിതപ്പെടുത്തിയാൽ മാത്രമേ വില നിയന്ത്രണം സാധ്യമാവുകയുള്ളൂ. ഒപെക് കൂട്ടായ്മയിൽ ഇറാൻ നിശ്ചയിച്ച ദിനേന 36 ലക്ഷം ബാരൽ എന്ന ഉൽപാദന പരിധി ഇറാൻ പാലിക്കുകയാണെങ്കിൽ സൗദിയും ഇതര ഗൾഫ് രാജ്യങ്ങളും അതിന്റെ ഏറ്റവും കുറഞ്ഞ ക്വാട്ട പാലിക്കാൻ തയ്യാറാണ്. അൾജീരിയയിൽ ചേരുന്ന ഒപ്പക്കിന്റെ അനൌദ്യോഗിക യോഗത്തിൽ ഈ വിഷയം അംഗരാജ്യങ്ങൾക്ക് പുറത്തുള്ള റഷ്യയുമായി ചർച്ച ചെയ്യാനും സൗദി ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ തങ്ങളുടെ വിഹിതം പാലിക്കുന്നതിൽ ഉറപ്പു നൽകിയാൽ മാത്രമേ ഈ പദ്ധതി വിജയിക്കുകയുള്ളൂ.
മധ്യവേനൽക്കാലത്തെ അധിക ആവശ്യം പരിഗണിച്ച് ജൂൺ മാസം മുതൽ സൗദി 10.67 ദശലക്ഷം ബാരൽ ദിനേന ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിലും ഒപെക് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പാദന നിയന്ത്രണത്തിന്റെ ഭാഗമായി സൗദി ദിനേന 10.2 ബാരൽ എന്ന കോട്ടയിലേക്ക് കുറയ്ക്കാൻ സന്നദ്ധമാണ്. 2014 ജൂണിൽ ക്രൂഡ് ഓയിൽ ബാരലിന് $115 ഉണ്ടായിരുന്നത് 30-നും 50-നും ഇടയ്ക്ക് കൂപ്പുകുത്തിയ സാഹചര്യത്തിലാണ് ഉൽപ്പാദന നിയന്ത്രണത്തെക്കുറിച്ച് ഒപെക് രാജ്യങ്ങൾ ഗൗരവമായി ആലോചിക്കുന്നത്. ഒപെക്കിന് പുറത്തുള്ള റഷ്യ പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഇക്കാര്യത്തിൽ ലഭിച്ചാൽ നവംബറിൽ വിയന്നയിൽ ചേരുന്ന ഒപെക് ഉച്ചകോടിയിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താനാവുമെന്നാണ് സൗദി പ്രതീക്ഷിക്കുന്നത്. മീഡിയ 1 റിയാദ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള 6 ഗൾഫ് രാജ്യങ്ങളിലും ടാക്സ് ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി സൗദി സക്കാത്ത് ആൻഡ് ഇൻകം ടാക്സ് അതോറിറ്റിയിൽ പ്രത്യേക വകുപ്പ് തുറക്കുമെന്ന് അതോറിറ്റി മേധാവി ഇബ്രാഹിം അൽ മുഫ്ലിഖ് പറഞ്ഞു. ഡിസംബറിൽ ബഹ്റൈനിൽ ചേരുന്ന രാഷ്ട്ര നേതാക്കളുടെ GCC ഉച്ചകോടി ടാക്സ് ഏർപ്പെടുത്തുന്ന വിഷയത്തിൽ അന്തിമ തീരുമാനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുത്ത വസ്തുക്കൾക്കുള്ള ടാക്സ് 2017-ലും വാറ്റ് 2018-ലും അംഗരാജ്യങ്ങളിൽ ഏർപ്പെടുത്താനാണ് GCC മുൻ ഉച്ചകോടിയിൽ ധാരണയായിട്ടുള്ളതെന്ന് സൗദി സക്കാത്ത് ആൻഡ് ഇൻകം ടാക്സ് അതോറിറ്റി മേധാവി ഇബ്രാഹിം അൽ മുഫ്ലി പറഞ്ഞു. തെരഞ്ഞെടുത്ത വസ്തുക്കൾക്ക് 50 മുതൽ 100% വരെ ടാക്സ്, 5% വാറ്റ് എന്നിവയാണ് GCC രാജ്യങ്ങളിൽ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. GCC ഉച്ചകോടി തീരുമാനമെന്ന നിലയ്ക്ക് അടുത്ത 2 വർഷത്തിനകം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ടാക്സ് പ്രാബല്യത്തിൽ വരും. ഇതിന്റെ മുന്നോടിയായി സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പുതിയ ഹിജ്റ വർഷം മുതൽ ഇലക്ട്രോണിക് ബില്ലിംഗ് നിർബന്ധമാക്കാനുള്ള തീരുമാനം മാസങ്ങൾക്ക് മുമ്പ് സൗദി ചേംബറുകൾക്ക് വിവരം നൽകിയിട്ടുണ്ട്. ടാക്സ് വെട്ടിപ്പ് തടയാൻ ഇലക്ട്രോണിക് ബില്ലിംഗ് സംവിധാനം അനിവാര്യമാണ്. മീഡിയ 1 റിയാദ്. സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ റിക്രൂട്ടിംഗ് ഓഫീസുകൾക്ക് വിദേശത്തു നിന്ന് ജോലിക്കാരെയോ വീട്ടുവേലക്കാരെയോ റിക്രൂട്ട് ചെയ്യാൻ അധികാരമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങളെ മനുഷ്യക്കടത്ത് കുറ്റത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി 10,000 റിയാൽ പിഴ ചുമത്തുമെന്നും മന്ത്രാലയ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി. ടാക്സി ഡ്രൈവർമാർക്ക് മാസത്തിൽ അനുവദിച്ച 4 ദിവസത്തെ അവധിയിൽ 2 എണ്ണമെങ്കിലും നിർബന്ധമായും എടുത്തിരിക്കണമെന്ന് നിബന്ധന വയ്ക്കാൻ ഗതാഗത നിയന്ത്രണ കേന്ദ്രം ആലോചിക്കുന്നു. വിശ്രമം ലഭിക്കുന്നില്ലെന്നുള്ളത് അടക്കം ടാക്സി ഡ്രൈവർമാരുടെ തൊഴിലിനെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഓരോ മാസവും ഡ്രൈവർമാർ നിർബന്ധമായും അവധിയെടുക്കണമെന്ന നിബന്ധന വയ്ക്കുന്നത്. ടാക്സി കമ്പനികൾ അവധി നൽകുന്നുണ്ടെങ്കിലും വരുമാനത്തെ ബാധിക്കുമെന്നതിനാൽ മിക്ക ഡ്രൈവർമാരും അവധിയെടുക്കാൻ മടിക്കുകയാണ്. നിലവിൽ 7 കമ്പനികളുടേതായി 7645 ടാക്സികൾ അബുദാബിയിലുണ്ട്. ജോലിക്ക് പോകാത്ത ദിവസങ്ങളിൽ പ്രതിഫലത്തിൽ നിന്ന് 25 ദിർഹം ചില ടാക്സി കമ്പനികൾ കുറച്ചിരുന്നതായി ഡ്രൈവർമാർ പരാതിപ്പെട്ടിരുന്നു. ടാക്സി ഡ്രൈവർമാരുടെ പണിമുടക്കിനെ തുടർന്ന് നടന്ന ചർച്ചയിൽ ഇങ്ങനെ പണം കുറക്കുന്നത് ഒഴിവാക്കാൻ ധാരണയായിരുന്നു. അവധിയെടുക്കുന്നത് മൂലം ഡ്രൈവർമാരുടെ കമ്മീഷനിൽ കുറവ് വരില്ലെന്ന് ട്രാൻസ്പോർട്ട് ഡയറക്ടർ ജനറൽ മുഹമ്മദ് അൽ കാസിമിയും പറഞ്ഞു. കേടുപാടിനും ഗതാഗത നിയമം ലംഘിച്ചാലുള്ള പിഴക്കും ഡ്രൈവർമാരിൽ നിന്ന് കമ്പനികൾ പണം ഈടാക്കും. അതിനാൽ തൊഴിലിൽ നിന്നൊന്നും നേടാനാകുന്നില്ലെന്നാണ് ഡ്രൈവർമാരുടെ പരാതി. ഡ്രൈവർമാർക്ക് പരാതികളുണ്ടെങ്കിൽ ട്രാൻസാറ്റിന്റെ ഡ്രൈവർ കെയർ സെന്ററിൽ ബോധിപ്പിക്കാമെന്നും മുഹമ്മദ് അൽ കാസിമി പറഞ്ഞു. മാസത്തിൽ ശരാശരി 150 പരാതികൾ ഇവിടെ ലഭിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. മീഡിയ 1 ദുബൈ. IS തീവ്രവാദികൾ രാജ്യത്തെ കൗമാരപ്രായക്കാരെയും യുവാക്കളെയും ലക്ഷ്യമിടുന്നതായി രക്ഷിതാക്കൾക്ക് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അപരിചിതമായ വിലാസങ്ങളിൽ നിന്ന് വരുന്ന ഇമെയിൽ സന്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നും അസ്വാഭാവികത തോന്നുന്നുവെങ്കിൽ സുരക്ഷാ വിഭാഗത്തെ അറിയിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. മതത്തിന്റെ പേരിൽ വിധ്വംസക സ്വഭാവത്തിലുള്ള ആശയങ്ങൾ പ്രചരിക്കുന്നത് അധികരിച്ചിട്ടുണ്ട്. ഭാവി തലമുറയുടെ തലയിൽ തീവ്രവാദാശയങ്ങൾ കുത്തിവെക്കാനുള്ള ശ്രമം അനുവദിക്കരുതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കുവൈത്തിൽ നാഷണൽ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത ജൂലൈ 27 നടക്കും. പാർലമെന്ററി കാര്യമന്ത്രി ഡോക്ടർ അലി അൽ ഉമൈറാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. 2017 ഓഗസ്റ്റ് 6 വരെയാണ് നിലവിലെ അസംബ്ലിയുടെ കാലാവധി. 14ാം പാർലമെന്റിന്റെ കാലാവധി അവസാനിക്കും മുൻപ് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. 15ാം പാർലമെന്റിന്റെ പ്രഥമ സമ്മേളനം 2017 ഓഗസ്റ്റ് 8-നായിരിക്കുമെന്നും മന്ത്രി അലി അൽ ഉമൈർ പറഞ്ഞു. 5 മണ്ഡലങ്ങളിൽ നിന്നായി 50 പാർലമെന്റ് അംഗങ്ങളെയാണ് പൊതു തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുക. ഓരോ മണ്ഡലത്തിൽ നിന്നും കൂടുതൽ വോട്ട് നേടിയ ആദ്യത്തെ 10 പേർ തെരഞ്ഞെടുക്കപ്പെടും. വോട്ടിംഗ് സമ്പ്രദായം പരിഷ്കരിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ ഇസ്ലാമിസ്റ്റ് കക്ഷികൾ കഴിഞ്ഞ 2 തവണ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. ബഹിഷ്കരണം അവസാനിപ്പിച്ച് തങ്ങളും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമെന്ന് വിവിധ പ്രതിപക്ഷ ഇസ്ലാമിസ്റ്റ് കക്ഷികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ഇന്ദ്രമണി പാണ്ഡെയ്ക്ക് ബുറൈമി പ്രവാസികൾ സ്വീകരണം നൽകി. വിദ്യാഭ്യാസ മേഖലയിലും മറ്റും തങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ പ്രവാസി സമൂഹം അംബാസിഡറെ ധരിപ്പിച്ചു. ഇക്കാര്യത്തിൽ സാധ്യമായതൊക്കെ ചെയ്യുമെന്ന് അംബാസിഡർ ഉറപ്പു നൽകി. സ്വീകരണ ചടങ്ങിൽ സമീൽ പ്രാർത്ഥന നടത്തി. ഡോക്ടർ PK അബ്ബാസ് സ്വാഗതം പറഞ്ഞു.
ലുലു ഹൈപ്പർ മാർക്കറ്റ് ദമാമിന്റെ ആഭിമുഖ്യത്തിൽ സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ അരങ്ങേറി. പ്രവിശ്യയിലെ പ്രമുഖ വ്യവസായി പ്രൊഫസർ ഫാദ് ബിൻ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. സൗദിയിലെ പാരമ്പര്യത്തെ വിളിച്ചു പറയുന്ന നാടൻ പാട്ടും നാടൻ നൃത്തവും അരങ്ങേറി. തുടർന്ന് കുട്ടികൾക്കായി പെയിന്റിംഗ് മത്സരം, ചിത്രരചനാ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. ഒമാനിൽ സർക്കാർ കമ്പനികളുടെ സ്വകാര്യവൽക്കരണത്തിന് വഴിയൊരുക്കുന്ന നടപടികളുമായി അതിവേഗം മുന്നോട്ട്. വിവിധ കമ്പനികളിലെ സർക്കാർ ഓഹരികൾ പുതുതായി രൂപവൽക്കരിച്ച ഹോൾഡിംഗ് കമ്പനികൾക്കും സ്വതന്ത്രാധികാരമുള്ള വെൽത്ത് ഫണ്ടുകൾക്കും കൈമാറുന്നതിനുള്ള നടപടികൾ ധനകാര്യ മന്ത്രാലയം തുടങ്ങി. എണ്ണവില ഇടിഞ്ഞതുമൂലം ഉടലെടുത്ത സാമ്പത്തിക കമ്മി ഒഴിവാക്കാനാണ് നീക്കം വേഗത്തിലാക്കുന്നത്. ചില കമ്പനികൾ സർക്കാരിനുണ്ടാക്കുന്ന നഷ്ടം ഒഴിവാക്കാനും സേവനങ്ങൾ മെച്ചപ്പെടുത്താനുമാണ് പുതിയ നീക്കമെന്ന് ധനകാര്യ മന്ത്രാലയം അധികൃതർ അറിയിച്ചു. സലാല പോർട്ട് സർവീസസ് കമ്പനിയിലെ 20.085% വരുന്ന സർക്കാർ ഓഹരികൾ ഈ മാസം ഒമാൻ ഗ്ലോബൽ ലോജിസ്റ്റിക് ഗ്രൂപ്പിന് കൈമാറിയിരുന്നു. ഈ മേഖലയിലെ സർക്കാർ ഓഹരികൾ കമ്പനിക്ക് കൈമാറാനാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇത് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ സഹായിക്കും. അതോടൊപ്പം ഒമാൻ ആൻഡ് എമിറേറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനിയുടെയും പോർട്ട് സർവീസ് കോർപ്പറേഷന്റെയും ഓഹരികൾ ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കൈമാറിയതായി ഒമാൻ ധനകാര്യ മന്ത്രാലയം മസ്കത്ത് സെക്യൂരിറ്റി മാർക്കറ്റിനെ അറിയിച്ചു. കമ്പനികൾ വിൽപ്പന നടത്തുന്നതിന് പകരം ഹോൾഡിംഗ് കമ്പനി രൂപവൽക്കരിച്ച് വിവിധ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയെന്ന നിലപാടാകും സർക്കാർ എടുക്കുക. നിരവധി കമ്പനികൾ സർക്കാരിൽ നിന്ന് സബ്സിഡി നേടിയാണ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന ഈ പദ്ധതികൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നത് വഴി വൻ സാമ്പത്തിക ലാഭമുണ്ടാക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇത്തരം സ്ഥാപനങ്ങളുടെ മേലുള്ള സർക്കാരിന്റെ അധികാരം എടുത്തുകളയാനും ശുപാർശയുണ്ട്. മീഡിയ 1 മസ്കത്ത്. സമകാലിക സാഹചര്യത്തിൽ വിവിധ സമുദായങ്ങൾക്ക് ഒന്നിച്ചിടപഴകാൻ അവസരം നൽകുന്ന പൊതു ഇടങ്ങളും പൊതുവേദികളും ശക്തിപ്പെടുത്തണമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് ദോഹയിൽ പറഞ്ഞു. ആത്മീയ ഉന്മാദം മതത്തിന്റെ ശരിയായ പ്രതിനിധാനമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാമുദായിക സൗഹാർദ്ദം സംരക്ഷിക്കാനും വിവിധ വിഭാഗങ്ങൾക്കിടയിലെ ആരോഗ്യകരമായ സഹവർത്തിത്വം ഉറപ്പുവരുത്താനും പൊതു ഇടങ്ങളും പൊതുവേദികളും കൂടുതലായി ഉണ്ടാവേണ്ട സവിശേഷമായ സാഹചര്യമാണ് രാജ്യത്ത് നിലവിലുള്ളതെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള ഉപാധ്യക്ഷൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞു. കേരളത്തിലുടനീളം അത്തരം കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഹ്രസ്വ സന്ദർശനാർത്ഥം ഖത്തറിലെത്തിയതായിരുന്നു അദ്ദേഹം. ഈ കൂട്ടായ്മയ്ക്കുള്ള അവസരം ഇല്ലാതാക്കുന്നു എന്നത് പരസ്പരമുള്ള സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും നശിപ്പിക്കുന്നതിൽ വലിയ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനാൽ കൂട്ടായ്മയ്ക്ക് പൊതു ഇടങ്ങൾ ധാരാളമായി ഉണ്ടാവുക. പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ച് വ്യാപകമായ തെറ്റിദ്ധാരണകൾ പരത്താൻ ഇടയാക്കിയ ആത്മീയ ഉന്മാദാവസ്ഥയ്ക്ക് കാരണം സമുദായ നേതൃത്വത്തിന്റെ അപജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ ആത്മീയമായ തീവ്രത ഉണ്ടാവാനുള്ള സാധ്യതയും ഇസ്ലാമിക സമൂഹത്തിൽ ഇല്ല. കാരണം അതിൽ സന്യാസമില്ല, പൗരോഹിത്യവുമില്ല. പക്ഷേ മുസ്ലിം ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന നേതൃത്വം ഇന്ന് കേരളത്തിൽ ഇല്ല. സാമൂഹിക മാധ്യമങ്ങൾ പരസ്പര വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് പകരം സൗഹൃദാന്തരീക്ഷം ഊട്ടിയുറപ്പിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 ദോഹ. ഖത്തറിൽ പെട്രോൾ പമ്പുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ രാജ്യത്തെ പെട്രോളിയം വിതരണക്കാരായ വുഖൂത്ത് നടപടികൾ ആരംഭിച്ചു. വേനൽ അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറന്ന പശ്ചാത്തലത്തിൽ ഇന്ധനം നിറയ്ക്കാനെത്തുന്ന വാഹനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്താണിത്. ഖത്തറിലെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന പെട്രോൾ പമ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അൽ ബുഖൈറിലാണ് ഇവയിൽ 2 എണ്ണം സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിനടുത്തുള്ള പെട്രോൾ പമ്പിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു. വൈകാതെ ഇത് സേവന സജ്ജമാകും. ഇമാറാത്ത് പട്ടാമ്പിയുടെ പെരുന്നാൾ ഓണസംഗമം ഷാർജയിൽ നടന്നു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിനായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. പട്ടാമ്പിയിലും പരിസര പ്രദേശത്തുമുള്ള നൂറുകണക്കിന് ആളുകൾ സംഗമത്തിൽ സംബന്ധിച്ചു. തന്റെ വിജയത്തിൽ പ്രവാസി കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ പിന്തുണ ഏറെ വലുതാണെന്ന് അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ നടന്ന സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഹ്സിൻ വ്യക്തമാക്കി. യാത്രാ പ്രശ്നം ഉൾപ്പെടെ പ്രവാസി സമൂഹം നേരിടുന്നത് നിരവധി പരാധീനതകളാണ്. ഇക്കാര്യത്തിൽ സാധ്യമായതൊക്കെ ചെയ്യാൻ പിണറായി സർക്കാർ തയ്യാറാവുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം പറഞ്ഞു. സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി, മാധ്യമപ്രവർത്തകൻ ജലീൽ പട്ടാമ്പി, ഗായിക മീനാക്ഷി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഹണി ഭാസ്കർ, നാസർ എന്നിവർ സംസാരിച്ചു. മീഡിയ 1 അജ്മാൻ. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി ജിദ്ദയിൽ സൗദി ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM ഷരീഫ് കുഞ്ഞു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു. സൗദി പ്രമുഖരായ മംദൂഹ്
അഹമ്മദ് അൽ മജാരിസി, അബ്ദുള്ള അലി നാസർ, സയ്യിദ് അൽ മത്തേരി, ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ഇക്ബാൽ പൊക്കുന്ന്, മീഡിയ ഫോറം പ്രസിഡന്റ് ജാഫർ അലി പാലക്കോട്, അബ്ദുൽ മജീദ് നഹ തുടങ്ങിയവർ സംസാരിച്ചു. KT മുനീർ അധ്യക്ഷത വഹിച്ചു. പ്രവാസി സമൂഹം കേരളത്തിന് നൽകുന്ന സംഭാവന വളരെ വലുതാണെന്ന് പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിൻ. അജ്മാനിൽ ഇമാറാത്ത് പട്ടാമ്പി ഒരുക്കിയ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയതായിരുന്നു മുഹമ്മദ് മുഹ്സിൻ. പട്ടാമ്പിയിലും പരിസര പ്രദേശത്തുമുള്ള നൂറുകണക്കിന് ആളുകൾ സംഗമത്തിൽ സംബന്ധിച്ചു. തന്റെ വിജയത്തിൽ പ്രവാസി കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ പിന്തുണ ഏറെ വലുതാണെന്ന് അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ നടന്ന സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഹ്സിൻ വ്യക്തമാക്കി. യാത്രാ പ്രശ്നം ഉൾപ്പെടെ പ്രവാസി സമൂഹം നേരിടുന്നത് നിരവധി പരാധീനതകളാണ്. ഇക്കാര്യത്തിൽ സാധ്യമായതൊക്കെ ചെയ്യാൻ പിണറായി സർക്കാർ തയ്യാറാവുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം പറഞ്ഞു. സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി, മാധ്യമപ്രവർത്തകൻ ജലീൽ പട്ടാമ്പി, ഗായിക മീനാക്ഷി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഹണി ഭാസ്കർ, നാസർ എന്നിവർ സംസാരിച്ചു. മീഡിയ 1 അജ്മാൻ. 8ാമത് അലൈൻ പുസ്തകമേള ഞായറാഴ്ച തുടങ്ങുന്നു. അബുദാബി വിനോദസഞ്ചാര സാംസ്കാരിക അതോറിറ്റി സംഘടിപ്പിക്കുന്ന മേള ഒക്ടോബർ 2 വരെയുണ്ടാകും. അറബിയിലും മറ്റ് ഭാഷകളിലുമുള്ള പുസ്തകങ്ങളുമായി 77 പ്രസാധകർ മേളയിൽ പങ്കെടുക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ 10% അധികം പങ്കാളിത്തമാണിത്.
പ്രവാസി സമൂഹം കേരളത്തിന് നൽകുന്ന സംഭാവന വളരെ വലുതാണെന്ന് പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിൻ. അജ്മാനിൽ ഇമാറാത്ത് പട്ടാമ്പി ഒരുക്കിയ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയതായിരുന്നു മുഹമ്മദ് മുഹ്സിൻ. കേരളത്തിന്റെ പുരോഗതിയിൽ നല്ലൊരു പങ്കും പ്രവാസികളുടെ പ്രയത്നഫലമാണെന്ന് മുഹ്സിൻ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ കേരളം പ്രവാസി സമൂഹത്തോട് ഏറെ കടപ്പെട്ടിരിക്കുന്നതായും അദ്ദേഹം മീഡിയ വണിനോട് പറഞ്ഞു. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാസികളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കേരളം എന്ന് പറയുന്നത് ഒരു പകുതിയിലധികം കേരളം ഇന്ന് നിലനിൽക്കുന്നത് അവരുടെ അധ്വാനം കൊണ്ട് തന്നെയാണ്. എന്നാൽ ആ പ്രവാസികളുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഷെഡ്യൂൾഡായിട്ട് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ആളുകളാണ്. പ്രവാസി സമൂഹത്തിന്റെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കി മണ്ഡലത്തിന്റെ വികസനത്തിന് ചില പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും പട്ടാമ്പി MLA അറിയിച്ചു. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ടുള്ള ഇപ്പോൾ മാലിന്യ പ്രശ്നം പറഞ്ഞു, അതുപോലെ തന്നെ സ്കൂളുകൾ, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുടെയൊക്കെ നില വളരെ മോശമാണ്. അതുപോലെ തന്നെ തൊഴിൽ സംരംഭങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾക്കൊക്കെ പ്രവാസികളെ ഉപയോഗപ്പെടുത്താനും അവരുടെ സഹായം കിട്ടുവാനും, മറിച്ച് അവർക്ക് കൂടെ സഹായം കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ആളുകൾ തന്നിൽ അർപ്പിച്ച പ്രതീക്ഷ നിലനിർത്താൻ സാധ്യമായ എല്ലാ നീക്കങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, ഇംപ്ലിമെൻറ്റിംഗ് ഉദ്യോഗസ്ഥർ, അവരാണ് ഉദ്യോഗസ്ഥരായിട്ട് ചെയ്യണം. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് ഇരിക്കുന്നത്. പക്ഷേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായി ഒരു പരിധിവരെ നമുക്ക് തീർക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UAEയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പട്ടാമ്പി നിവാസികൾക്ക് പുറമെ പാർട്ടി അനുഭാവികളുമായും ആശയവിനിമയം നടത്തിയാകും മുഹ്സിന്റെ നാട്ടിലേക്കുള്ള മടക്കം. മീഡിയ വൺ, ദുബൈ. ഇതോടെ മിഡി സ്റ്റാർ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.